2026 വേൾഡ് കപ്പ് അർജന്റീന രാജകീയമായി തന്നെ തുടങ്ങിയിരിക്കുന്നു. അൾജീരിയയെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് അർജന്റീന തോൽപ്പിച്ചത്. അർജന്റീനക്ക് സൗദിയെ പോലെ വലിയ കനത്ത വെല്ലുവിളി സൃഷ്ടിക്കും, ഇത്തവണയും അർജന്റീന ആദ്യ മത്സരം തോൽക്കുമെന്ന് പറഞ്ഞ് പ്രവചിച്ചവർക്കെല്ലാം മുഖത്തേറ്റടിയായിരുന്നു അർജന്റീനയുടെ 3 ഗോളിന്റെ വിജയം. 38-കാരനായ ലിയണൽ മെസ്സിയുടെ അഴിഞ്ഞാട്ടം കണ്ടാണ് മത്സരമുടനീളം നമ്മൾ കണ്ടത്. ലിയോ മെസ്സി മേജർ ലീഗ് സോക്കറിൽ ഇന്റർ മിയാമിക്കായി ഗോളടിച്ചു കൂട്ടുന്നത് പോലെ ലോകോത്തര ടീമുകൾ കളിക്കുന്ന വേൾഡ് കപ്പിൽ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ലെന്ന് പറഞ്ഞവർ എത്ര പേരായിരുന്നു. അവർക്കുള്ള മറുപടി ആദ്യ മത്സരത്തിന്റെ 76 മിനിറ്റിനുള്ളിൽ മെസ്സി കൊടുത്തിട്ടുണ്ട്. അതും ഒരു ഗോളല്ല, എണ്ണം പറഞ്ഞ 3 ഗോളുകൾ. ഈ വേൾഡ് കപ്പിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ലോകത്തിലെ ഏറ്റവും മികച്ചവൻ അണിഞ്ഞൊരുങ്ങി അർജന്റീനയുടെ അണിയറയിൽ തന്നെയുണ്ട്. ചിലപ്പോൾ ഇത് 2022 വേൾഡ് കപ്പിലുള്ള ലിയോണൽ മെസ്സിയേക്കാൾ മൂർച്ചയുള്ള മെസ്സി ആയിരിക്കാം. കാരണം അന്ന് അയാൾക്കുമേൽ ഒരു വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. ഇന്ന് അയാൾ ഫ്രീ ആണ്, അയാൾക്ക് എങ്ങനെ വേണമെങ്കിലും കളിക്കാം. അതുകൊണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ 2022 ഖത്തർ വേൾഡ് കപ്പിലേക്കാൾ ഏറ്റവും മൂർച്ചയുള്ള ലിയണൽ മെസ്സിയെ ആയിരിക്കും നിങ്ങൾ അയാളുടെ അവസാന ആട്ടത്തിൽ കാണാൻ പോകുന്നത്. അർജന്റീനയുടെ ആദ്യ മത്സരം കണ്ട് പല എതിർ ടീം ആരാധകരുടെയും കണ്ണു തള്ളിയിട്ടുണ്ട്. അർജന്റീന ഇങ്ങനെയൊക്കെ കളിക്കുമോ എന്ന ചോദ്യം വരെ ഉയർന്നിട്ടുണ്ട്. എത്ര മനോഹരമായാണ് സ്കലോണി അൾജീരിയക്കെതിരെ അർജന്റീനയുടെ പ്ലാൻ തയ്യാറാക്കിയത്. എത്ര മനോഹരമായാണ് ഓരോ അർജന്റീൻ താരങ്ങളും അത് ഗ്രൗണ്ടിൽ യൂട്ടിലൈസ് ചെയ്യുന്നത്. ആദ്യ മത്സരം കണ്ട എനിക്കുറപ്പുണ്ട് 2022 മൂർച്ചയുള്ള അർജന്റീന നിരയാണ് ഇപ്പോഴുള്ളത്. എത്ര മനോഹരമായാണ് സ്കലോണിയുടെ ഓരോ കാര്യങ്ങളും ഓരോ താരങ്ങളും യൂട്ടിലൈസ് ചെയ്യുന്നത്. ആദ്യം പ്രതിരോധം നോക്കാം. വിള്ളൽ പോകാതെ സ്കലോണി സൂക്ഷിച്ചെടുത്ത പ്രതിരോധത്തിന് ഇപ്പോഴും മൂർച്ചയേറെയാണെന്ന് ഈ ഒരൊറ്റ മത്സരം തെളിയിച്ചു. ലിസാൻഡ്രോ മാർട്ടിനസും ക്രിസ്റ്റ്യൻ റൊമേറോയും ആ മധ്യ സെന്റർ ബാക്ക് ലൈനിൽ നിന്ന് ഇന്നത്തെ മത്സരത്തിലുടനീളം എത്ര ഇന്റർസെപ്ഷനുകളാണ് നടത്തിയത്, എത്ര ടാക്കിളുകളാണ് ചെയ്തത്. അൾജീരിയൻ മുന്നേറ്റങ്ങൾ മൂർച്ചയാകും മുമ്പ് മുനയൊടിക്കാൻ ലിസാൻഡ്രോക്കും ക്രിസ്റ്റ്യൻ റൊമേറോക്കും സാധിച്ചിട്ടുണ്ട്. അത് ഏറ്റവും നല്ല കാര്യമാണ്. എതിർ ടീമിന് പന്ത് കൺട്രോൾ ആകും മുമ്പ് ഹൈ പ്രസ് ചെയ്യുക എന്ന സ്കലോണിയുടെ തന്ത്രം ഇപ്പോഴും അതേപടി നടപ്പാക്കുന്ന 2 പേരാണ് ലിസാൻഡ്രോ മാർട്ടിനസും ക്യൂട്ടി റൊമേറോയും. ആ പ്ലാനുകൾക്കോ അവരുടെ വിഷനോ യാതൊരു കോട്ടവും തട്ടിയിട്ടില്ലെന്ന് ഇന്നത്തെ മത്സരം തെളിയിക്കും. ലിസാൻഡ്രോ മാർട്ടിനസിന്റെ ഇന്നത്തെ മത്സരത്തിലെ കണക്കാണിത്. 6 ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ, 3 സക്സസ്ഫുൾ റിക്കവറീസ്, 3 ക്ലിയറൻസ്, 64 പാസ് കംപ്ലീറ്റഡ്, ഡ്യുവൽസ് വോണിൽ 100% സക്സസ്ഫുൾ ഡ്യുവൽസ് വോൺ. എത്ര മനോഹരമായാണ് ലിച്ച അർജന്റൈൻ പ്രതിരോധം കാത്തത്. ഇനി മധ്യനിരയിൽ റോഡ്രിഗോ ഡിപോൾ. എങ്ങനെ പറയാതിരിക്കും ഈ താരത്തെ പറ്റി. ഇന്നത്തെ മത്സരത്തിൽ അർജന്റീനയുടെ മധ്യനിരയുടെ എഞ്ചിനായിരുന്നു റോഡ്രിഗോ ഡിപോൾ. ഇന്റർ മിയാമിയിൽ ചേർന്ന് യൂറോപ്യൻ ഫുട്ബോളിനോട് വിട പറഞ്ഞ റോഡ്രിഗോ ഡിപോൾ ഇന്റർ മിയാമി ജേഴ്സിയിൽ കളിക്കുന്നത് പോലെ അർജന്റീൻ ജേഴ്സിയിൽ കളിച്ചിട്ട് എന്തുണ്ടാക്കാനാ എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ഒരൊറ്റ മത്സരം. അയാളുടെ പ്രകടനമൊന്ന് നോക്കൂ. സ്കലോണി അദ്ദേഹത്തെ സ്ഥാനമേൽപ്പിച്ചത് മധ്യനിരയിലെ ഒരു വിങ്ങിലാണ്. പക്ഷെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ ചെയ്യാനും മധ്യനിരയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും അറ്റാക്കിംഗ് തേർഡിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും ആ താരമുണ്ട്, റോഡ്രിഗോ ഡിപോൾ ഉണ്ട്. ഇന്നത്തെ മത്സരത്തിൽ റോഡ്രിഗോ ഡിപ്പോളിന്റെ പ്രകടനമാണ്. 1 അസിസ്റ്റ്, 1 കീ പാസ്, 68 ടച്ച്, 23 ക്യാരി വിത്ത് ബോൾ, 7 റിക്കവറീസ്. ഒരു മധ്യനിര താരം 7 റിക്കവറികളാണ് ഇന്ന് നടത്തിയത്. ഡിഫൻസീവിന്റെ കാര്യത്തിൽ 6 ഡിഫൻസീവ് കോൺട്രിബ്യൂഷനാണ് അദ്ദേഹം നടത്തിയത്. 5 ഡ്യുവൽസ് വോൺ, 2 ടാക്കിളുകൾ, 100% സക്സസ്ഫുൾ ട്രിബിൾ. ഏതൊരു ടീമും കൊതിച്ചു പോകുന്ന മധ്യനിരയിലെ അഡാറ് പ്രകടനമാണ് ഡിപോൾ ഇന്ന് കാഴ്ചവെച്ചത്. കളിയുടെ ഗതി തന്നെ മാറ്റിയ 17-ാം മിനിറ്റിൽ ലിയണൽ മെസ്സിയുടെ ആദ്യ ഗോളിന് റോഡ്രിഗോ ഡിപോൾ വഴിയൊരുക്കിയത് നിങ്ങൾ കണ്ടില്ലേ. ഒത്ത മധ്യനിരയിൽ നിന്ന് ഡിഫൻസിനെ കീറി മുറിച്ചുള്ള ലിയണൽ മെസ്സിയിലേക്കുള്ള ഒരു ത്രൂ ബോൾ. ഈ ഒരൊറ്റ അസിസ്റ്റിലാണ് അൾജീരിയൻ ഡിഫൻസ് ഛിന്നം ഭിന്നമായി ചിതറിയത്. ഇവിടെ നിന്നാണ് ലിയണൽ മെസ്സി ഗോൾ നേടുകയും ചെയ്യുന്നത്. അർജന്റീനയേക്കാൾ കുഞ്ഞന്മാരാണ് അൾജീരിയ. ഫിഫ റാങ്കിങ്ങിൽ 1ഉം 28ഉം സ്ഥാനക്കാരാണ്. അതുകൊണ്ട് തന്നെ അർജന്റീനക്കെതിരെ ഒരു ഡിഫൻസീവ് തന്ത്രം ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി തന്നെ അർജന്റീന തുടക്കം മുതൽ ഹൈലൈൻ ഡിഫൻസ് കളിച്ചില്ല. അറ്റാക്കിംഗ് തേർഡിൽ മാത്രം പ്രഷർ ബിൽഡ് ചെയ്തില്ല. മധ്യനിരയിൽ നിന്ന് അലക്സിസ് മാക്കലിസ്റ്ററും റോഡ്രിഗോ ഡിപ്പോളും എൻസോ ഫെർണാണ്ടസും കാര്യങ്ങൾ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. മത്സരത്തിന്റെ വേഗതയെ നിയന്ത്രിക്കാൻ പലപ്പോഴായി അർജന്റീൻ ഡിഫൻസിലേക്ക് പലതവണ പന്തിനെ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അൾജീരിയൻ ഡിഫൻസിൽ വലിയ ഹോൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എതിർ ടീമായ അൾജീരിയക്ക് ക്യാരി ചെയ്ത് പന്ത് കൊണ്ടുവന്ന് അർജന്റീൻ ബോക്സിലേക്ക് എത്താനുള്ള ഓപ്ഷൻ വരെ എന്തുകൊണ്ടാണ് സ്കലോണി ഒരുക്കിയതെന്ന് ആദ്യം ചിന്തിച്ചുപോയി. പിന്നെയുള്ള അർജന്റീൻ ക്വിക്ക് കൗണ്ടറുകളിൽ പിറന്ന മനോഹരമായ ഗോളുകൾ അതിനുള്ള ഉത്തരമായിരുന്നു. അർജന്റീനയുടെ ആദ്യ മത്സരത്തിലെ പ്രകടനം കണ്ട് ഫുട്ബോൾ ലോകം കൈയടിക്കുകയാണ്. ഇത്തവണയും അർജന്റീന വേൾഡ് കപ്പ് കിരീടം നേടുമെന്ന ശുഭപ്രതീക്ഷയിലാണ്.
കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് നൗ.